Good morning students. അപ്പോൾ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിലോട്ട് പോവാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏതായിരുന്നു? എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളതാണ് നമുക്കിനി പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കുക, എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എഗ്രിമെൻറ്റ് ഫോർ ട്രൈഡിങ് വിത്ത് എനിമി എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ് പറഞ്ഞത് അല്ലേ. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് എഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ഓർ ടു ഇൻഡിമിനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട്. ഇതൊക്കെ ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായിരിക്കും? വോയിഡ് ആയിരിക്കും, വാലിഡ് ആവില്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അഗ്രിമെൻറ്റ് ഇൻറ്റർഫറി വിത്ത് കോർട്ട് ഓഫ് ജസ്റ്റിസ്, അഡ്മിനിസ്ട്രേഷനെ തന്നെ ഇൻറ്റർഫറി ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്റ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടി അഡ്മിനിസ്ട്രേഷനെ തന്നെ ഇൻറ്റിഫയർ ചെയ്യുക അല്ലേ. അതാണ് നമ്മൾ 3 പോയിന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് വൺ പറയുന്നത് അഗ്രിമെൻറ്റ് വിത്ത് സ്റ്റിഫിങ് ഓർ സ്റ്റിഫിങ് പ്രോസിക്യൂഷൻ. സ്റ്റിഫിങ് പ്രോസിക്യൂഷൻ എന്ന കഠിനമായ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇറ്റ് ഈസ് എൻ പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ഇഫ് എ പേഴ്സൺ ഹാസ് കമ്മിറ്റഡ് എ ക്രൈം ഹി മസ്റ്റ് ബി പ്രോസിക്യൂട്ടഡ് ആൻഡ് പണിഷ്ഡ് അല്ലേ. അപ്പോൾ ഒരാളൊരു ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നു, അയാളെ പണിഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഹെൻസ് അതുകൊണ്ട് ദി എഗ്രിമെൻറ്റ് ഈസ് നോട്ട് പ്രോസിക്യൂട്ട് ആൻ ഒഫൻഡർ ഓർ ടു വിഡ്രോ എ പെൻഡിങ് പ്രോസിക്യൂഷൻ ഈസ് വോയിഡ് ഇഫ് ദി ഒഫൻസ് ഈസ് പബ്ലിക് നേച്ചർ അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഈസ് ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ദാറ്റ് ഇഫ് ദ പേഴ്സൺ ഒരാൾ ക്രൈം ചെയ്തു വെച്ചെങ്കിൽ നമ്മൾ അയാളെ എന്തായാലും എന്താണ് പ്രോസിക്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ പണിഷ് ചെയ്യുന്നു അല്ലേ. ഹെൻസ് എൻ എഗ്രിമെൻറ്റ് നോട്ട് ടു പ്രോസിക്യൂട്ട് ആൻ ഒഫൻഡർ, നമ്മളിപ്പോൾ അയാളെ പ്രോസിക്യൂട്ട് ചെയ്യരുത്, പണിഷ് ചെയ്യരുത് എന്ന് പറയാം. എൻ എഗ്രിമെൻറ്റ് നോട്ട് ടു പ്രോസിക്യൂട്ട് ചെയ്യരുത് ആൻ ഒഫൻഡർ ഓർ ടു വിഡ്രോ എ പെൻഡിങ് പ്രോസിക്യൂഷൻ, അല്ലെങ്കിൽ അയാളുടെ നേരെയുള്ള കേസ് എന്താണോ വരുന്നത് വെച്ചെങ്കിൽ അത് വിഡ്രോ ചെയ്യുക പറഞ്ഞാൽ എന്താർത്ഥം? പിൻവലിക്കുക. അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അതെന്തായിരിക്കും? വോയിഡ് ആയിരിക്കും. അതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്താ നമ്മളിപ്പോൾ ചെയ്യാൻ പാടാത്ത കാര്യം? നിയമപ്രകാരമുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഒരാളൊരു കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ മേലെ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രോസിക്യൂട്ട് ചെയ്യുകയും അയാളെ പണിഷ് ചെയ്യുകയും ചെയ്യുന്നു. ഹെൻസ് എൻ എഗ്രിമെൻറ്റ് നോട്ട് ടു പ്രോസിക്യൂട്ട് ആൻ ഒഫൻഡർ, പ്രോസിക്യൂട്ട് ചെയ്യരുത്, ഓർ വിഡ്രോ എ പെൻഡിങ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈസ് വോയിഡ് ഇഫ് ദ ഒഫൻസ് ഈസ് എ പബ്ലിക് നേച്ചർ. ഇത്രയേ ഉള്ളൂ, ഒന്നുമില്ല, സിമ്പിളാണ്. ഒരാളെ ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യുകയും പണിഷ് ചെയ്യുകയും ചെയ്യുന്നു. അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കേസ് കൊടുക്കുക അല്ലെങ്കിൽ അത് വിഡ്രോ ചെയ്യിക്കുക എന്നൊക്കെ പറയുന്നത് വോയിഡാണ്. അത്രയേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എഗ്രിമെൻറ്റ് ഓഫ് ചാമ്പറിറ്റി ആൻഡ് മെയിൻ്റനൻസ്. നമ്മൾ ചാമ്പറിറ്റി പറഞ്ഞാൽ ലാഭക്കൊതിയോടെ നമ്മൾ അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നു. നമ്മൾ വേറൊരു കാര്യം നോക്കുന്നില്ല, ലാഭം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ നമുക്കുള്ളൂ അല്ലേ. അതിനനുസരിച്ചാണ് നമ്മൾ അഗ്രിമെൻറ്റ് ഉണ്ടാക്കുന്നത് അല്ലേ. എഗ്രിമെൻറ്റ് ഓഫ് ചാമ്പറിറ്റി ആൻഡ് മെയിൻ്റനൻസ് അല്ലേ. മെയിൻ്റനൻസ് ആൻഡ് ചാമ്പറിറ്റി എഗ്രിമെൻറ്റ് ആർ വോയിഡ് ആസ് ബീയിങ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി അല്ലേ. അപ്പം നമ്മൾ ചാമ്പറിറ്റി ലാഭക്കൊതിയോടെയോ അല്ലെങ്കിൽ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് വോയിഡാണ്. ദാറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അത് പബ്ലിക് പോളിസിക്ക് എതിരാണ്. മെയിൻ്റനൻസ് ഈസ് എൻ എഗ്രിമെൻറ്റ് ടു ഗീവ് അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ ഓർ അതർവൈസ്. മെയിൻ്റനൻസ് ഓഫ് എൻ എഗ്രിമെൻറ്റിൽ പറയുന്നത് എന്താണ്? ടു ഗീവ് അസിസ്റ്റൻസ് ഫിനാൻഷ്യൽ അതർവൈസ് ടു അനദർ ടു എനേബിൾ ടു ബ്രിങ് ഓർ ഡിഫെൻഡ് ലീഗൽ പ്രൊസീഡിംഗ് വെൻ ദി പേഴ്സൺ ഗിവിംഗ് അസിസ്റ്റൻസ് ഹാസ് ഗോട്ട് നോ ലീഗൽ ഇൻട്രസ്റ്റ് ഓഫ് ഹിസ് ഓൺ സബ്ജക്ട് മാറ്റർ. അപ്പോൾ എക്സ് ഓഫേഴ്സ് ടു ഗീവ് വൈ ₹10,000 ഇഫ് വൈൽ ഫയൽ എ സ്യൂട്ട് എഗെയിൻസ്റ്റ് സെഡ് അല്ലേ. അപ്പോൾ 10,000 രൂപ കിട്ടണം എന്നുള്ള ഇതോടുകൂടി സെഡിനെതിരായിട്ട് കേസ് കൊടുക്കുക അല്ലേ. എസ് മോട്ടീവ് ഈസ് ഓൺലി ടു ക്രിയേറ്റ് എ പ്രോബ്ലം ടു സെഡ്. എയുടെ മോട്ടീവ് എന്ത് മാത്രമേ ഉള്ളൂ? സെഡുമായിട്ടൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ വോയിഡാണ്. അത്രയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ പറയുന്നത് എഗ്രിമെൻറ്റ് ഈസ് റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. അണ്ടർ ദിസ് ഹെഡിങ് ദ ഫോളോയിങ് റെസ്ട്രിക്ഷൻസ് ആർ ഇൻക്ലൂഡഡ്. അതിൽ 2 എണ്ണമാണ്. എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ് എന്ന് പറയുന്നതിൽ 2 കാര്യങ്ങളാണ് പറയുന്നത്. അഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ്. ആൻ എഗ്രിമെൻറ്റ് വിച്ച് fully or partially prohibit any party from enforcing his right under or in respect of any contract is void to the extent. എന്താ പറയുന്നത്? അഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അത് വോയിഡ് ആണെന്നുള്ളത് അത്രയേ ഉള്ളൂ.
എൻ എഗ്രിമെൻറ്റ് വിച്ച് ഫുള്ളി മുഴുവനായിട്ട് അല്ലെങ്കിൽ പാർഷ്യലി ഭാഗികമായിട്ട് പ്രൊഹിബിറ്റ് തടയുന്നു എനി പാർട്ടി ഫ്രം എൻഫോഴ്സിങ് ഹിസ് റൈറ്റ് അയാളുടെ റൈറ്റ്സ് എന്തൊക്കെയാണ്, അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചെങ്കിൽ അത് എൻഫോഴ്സ് ചെയ്യുന്നതിനെ തടയുകയാണെങ്കിൽ അണ്ടർ ഇൻ റെസ്പെക്റ്റ് ഓഫ് എനി കോൺട്രാക്ട് ഈസ് വോയിഡ് ടു ദാറ്റ് എക്സ്റ്റെൻറ്റ് അത് വോയിഡ് ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് അത് ഏതിൽ വരുന്നതാണ്? അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്ങിൽ 2 പോയിന്റ് വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിൻ്റാണ് അഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അഗ്രിമെൻറ്റ് കർട്ടൈലിംഗ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ. അഗ്രിമെൻറ്റ്സ് കർട്ടൈൽ ചെയ്യുന്ന വെട്ടിക്കുറയ്ക്കുക. എന്താ വെട്ടിക്കുറയ്ക്കുന്നത്? പീരീഡ് ഓഫ് ലിമിറ്റേഷൻസ് അല്ലേ. അഗ്രിമെൻറ്റ് വിച്ച് കർട്ടൈൽ ദാറ്റ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ പ്രിസ്ക്രൈബ് എത്ര സമയമാണ്, കാലദൈർഘ്യം സമയം എത്രയാണോ പറഞ്ഞിരിക്കുന്നത് വെച്ചെങ്കിൽ അത് വെട്ടിക്കുറയ്ക്കുക. ടു വോയിഡ് ബിക്കോസ് ദെയർ ഒബ്ജക്റ്റ് ടു ഡിഫീറ്റ് ദ പ്രൊവിഷൻ. അവരുടെ ഒബ്ജക്റ്റ് എന്താണ്? ഡിഫീറ്റ് ദി പ്രൊവിഷൻ ഓഫ് ദി ലോ അല്ലേ. അപ്പോൾ ലോയുടെ പ്രൊവിഷൻസിൻ്റെ എന്തൊക്കെ നിയമങ്ങളാണോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വെച്ചെങ്കിൽ അതിനെ ഡിഫീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശമുള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്താണ്? ദാറ്റ് ഈസ് വോയിഡ് ബിക്കോസ് ദെയർ ഒബ്ജക്റ്റ് ഈസ് ടു ഡിഫീറ്റ് ദി പ്രൊവിഷൻ ഓഫ് ലോ. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ് അല്ലേ. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്ങിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്സ് എന്നുള്ളതും അഗ്രിമെൻറ്റ് കർട്ടൈലിംഗ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ എന്നുള്ളതും കേട്ടോ. പിന്നെ അടുത്ത 6ാമത്തെ പോയിന്റ് കഴിഞ്ഞ് 7 അഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസേഴ്സ് ടൈറ്റിൽ. അതൊന്നും നമുക്ക് വിൽക്കാനുള്ള അധികാരമില്ല അല്ലേ. അഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസർ ഒരാളുടെ ടൈറ്റിൽ നമ്മൾ ഉപയോഗിക്കുക. അപ്പോയിൻമെൻറ്റുകൾ. അഗ്രിമെൻറ്റ് ഫോർ ദി സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓഫീസ് ടൈറ്റിൽസ് ഓർ ഫോർ ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് പബ്ലിക് റെക്കഗ്നീഷൻ ലൈക്ക് വിഭൂഷൺ, പത്മവീർ അങ്ങനത്തെയൊക്കെ വരുന്നതൊക്കെ ചക്ര ഫോർ മൊമെൻ്ററി കൺസിഡറേഷൻ ആർ അൺലോഫുൾ ബീയിങ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി അല്ലേ. പബ്ലിക്കായ കാര്യങ്ങളൊന്നും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമുക്ക് റൈറ്റ് ഇല്ല. അതൊക്കെ എന്തായിരിക്കുന്നു? ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? അഗ്രിമെൻറ്റ് ഫോർ ദി സെയിൽ ഓഫ് ഓഫീസുകൾ അല്ലെങ്കിൽ ടൈറ്റിലുകൾ അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ്സ്. അഗ്രിമെൻറ്റ് ഫോർ ദി സെയിൽ ഓർ ട്രാൻസ്ഫർ ഓഫ് പബ്ലിക് ഓഫീസ് അല്ലെങ്കിൽ ടൈറ്റിൽസ് ഓർ ഫോർ ദി പ്രൊക്യൂർമെൻറ്റ് ഓഫ് പബ്ലിക് റെക്കഗ്നീഷൻ ലൈക്ക് പത്മവിഭൂഷൺ, പത്മവീർ ചക്ര ഫോർ മോണിറ്ററി കൺസിഡറേഷൻ. അത് നമ്മൾ പത്മവീർ അതൊക്കെ ഓരോരുത്തർക്ക് ബഹുമതിയായിട്ട് കൊടുക്കുന്നതാണ്. അതൊക്കെ വിൽക്കുക. അതൊക്കെ അൺലോഫുള്ളാണ് അല്ലേ. അൺലോഫുൾ ബീയിങ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. നെക്സ്റ്റ് വൺ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് പാരൻ്റൽ റൈറ്റ്സ്. A father and in his absence of mother is legal guardian of a minor child. The right of guardianship over the children cannot be exchanged for money etc. By any agreement purporting is to be അങ്ങനത്തെ ഇതൊക്കെ വോയിഡ് ആണ് അല്ലേ. അപ്പോൾ എന്താ പറയുന്നത്? എ ഫാദർ ഇൻ ദ ആബ്സെൻസ് ഓഫ് ദി മദർ. അമ്മയുടെ പകരമായിട്ട് ഫാദർ എന്ത് ചെയ്യുന്നു? ഈസ് എ ലീഗൽ ഗാർഡിയൻ ഓഫ് എ മൈനർ ചൈൽഡ് അല്ലേ. അപ്പോൾ അമ്മയില്ലെങ്കിൽ അച്ഛൻ ലീഗൽ ഗാർഡിയൻ ആവുന്നു. ഫാദർ ആൻഡ് ഇൻ ഹിസ് ആബ്സെൻസ് ഓഫ് ദി മദർ ഈസ് എ ലീഗൽ ഗാർഡിയൻ ഓഫ് ഹിസ് മൈനർ ചൈൽഡ്. ദ റൈറ്റ് ഓഫ് ഗാർഡിയൻഷിപ്പ് ഓവർ ദി ചിൽഡ്രൻ കനോട്ട് ബി എക്സ്ചേഞ്ച്ഡ് അല്ലേ. എക്സ്ചേഞ്ച് ഫോർ മണി എക്സെട്ര. കാശ് കൊടുത്തിട്ട് ആ ലീഗൽ ഗാർഡിയൻഷിപ്പ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സാധിക്കില്ല. പിന്നെ അഗ്രിമെൻറ്റ് റെസ്ട്രൈനിങ് പേഴ്സണൽ ലിബർട്ടി സാഹോദര്യം എന്ന് പറഞ്ഞാൽ an agreement which unduly restrain for personal liberty and freedom of the parties അല്ലേ. ലിബർട്ടി അതുപോലെ ഫ്രീഡം ഓഫ് ദി പാർട്ടീസ് to the agreement is void is being against the public policy. Agreement for marriage brokerage. A reward for negotiating marriage is known as marriage brokerage. An agreement to pay money etc. in consideration for procuring or bringing out of marriage എന്ന് പറയുന്നത് void ആണ്. Next one agreement in restraint of marriage. Agreement in restraint of marriage of any person other than minor is void. പിന്നെ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡിലുള്ളത് അല്ലേ. എന്താണ്? ആൻ എഗ്രിമെൻറ്റ് വിച്ച് ഇൻ്റർഫിയർ വിത്ത് ദ ലിബർട്ടി ഓഫ് ദി പേഴ്സൺ ടു എൻഗേജ് ഹിംസെൽഫ് ഓൺ എനി ലീഗൽ ട്രേഡ് പ്രൊഫഷൻ ഓർ വൊക്കേഷൻ ഈസ് കോൾഡ് അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്.
The public policy requires that every man should have be a liberty to engage himself in any trade, profession or business. യൂസ് ഹിസ് സ്കിൽ, അവരവരുടെ സ്കിൽ ഉപയോഗിച്ച്, കഴിവ് ഉപയോഗിച്ചിട്ട് ആർക്ക് വേണമെങ്കിൽ ഏത് തരത്തിലുള്ള ട്രേഡിൽ എൻട്രി ചെയ്യാൻ വേണ്ടി സാധിക്കും. ടു എൻഗേജ് ഹിംസെൽഫ് ഇൻ എനി ട്രേഡ്, പ്രൊഫഷൻ ഓർ ബിസിനസ്, യൂസ് ഹിസ് സ്കിൽ to the best of his capacity, consistent with the good of the community. കമ്മ്യൂണിറ്റിക്ക് നല്ലതുണ്ടാവുന്ന തരത്തിൽ ഏത് കാര്യത്തിൽ വേണമെങ്കിലും ഒരാൾക്ക് എൻട്രി ചെയ്യുന്നതിനുള്ള റൈറ്റ് ഉണ്ട്. അപ്പോൾ അതിനൊക്കെ എതിരായിട്ട് പ്രവർത്തിക്കുക അല്ലേ, അതൊക്കെയാണ് നമ്മളിതിൽ ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളതിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടിയും ഫസ്റ്റ് പോയിന്റും അതിൽ പറയാം അല്ലേ. ഇതെപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഏതൊക്കെയാണ് എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്ന് പറയുന്നത് കേട്ടോ. എപ്പോഴും വരാറുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഞാൻ പറയാം ഒന്നും കൂടി. അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ നമ്മളിപ്പോൾ പറഞ്ഞത് ഏതൊക്കെ അഗ്രിമെൻറ്റുകളാണ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്നുള്ളതിൽ പറയുന്നത് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ നമ്മളെങ്ങനെയൊക്കെ കറപ്ഷൻ നടത്തുക അല്ലേ, കറപ്ഷൻ ഇൻജസ്റ്റിസ് ആയിട്ട് നടത്തുക, കാര്യങ്ങൾ ചെയ്യുക, പിന്നെ എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്. 3 കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയൊക്കെയാവുക, കറപ്ഷൻ, അഴിമതി, ഇൻജസ്റ്റിസ് ആവുക, എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതെന്താവുന്നു, അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി ആവുന്നു. ഇനി അതിൽ വരുന്ന പോയിൻറ്റ്സ് ഏതൊക്കെ അഗ്രിമെൻറ്റുകളാണ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ പറയുന്നത്. First one, agreement for trading with enemy. Agreement for trading with enemy. Next one, agreement to commit a crime or to indemnify a person for his criminal act. Agreement interfering with a cause of justice. Then agreement for stiffing prosecution. സ്റ്റിഫിംഗ് പ്രോസിക്യൂഷൻ മുതലാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. സ്റ്റിഫിംഗ് പ്രോസിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരാളൊരു ക്രൈം ചെയ്തു, അയാളെ എന്ത് ചെയ്യുന്നു, പണിഷ് ചെയ്യുക അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യുന്നു അല്ലേ. പക്ഷേ നമ്മൾ എന്തുണ്ടാക്കുകയാണ് വെച്ചാൽ ഇങ്ങനെ കനോട്ട് പ്രോസിക്യൂട്ട് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യാൻ പറഞ്ഞാൽ വേണ്ടി പാടില്ല, അത് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ് എന്നർത്ഥം. നെക്സ്റ്റ് വൺ, അഗ്രിമെൻറ്റ് ഓഫ് ചാംബറിറ്റി ആൻഡ് മെയിൻ്റനൻസ്. അപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിയമത്തിന് അനുസരിച്ച് ചെയ്യണം, അല്ലാണ്ട് നമ്മൾ ചേംബറിറ്റി അങ്ങനെ ലാഭക്കൊതിയോടെ ഒന്നും ചെയ്യരുത്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് വോയിഡ് ആയിരിക്കും, എഗെയിൻസ്റ്റ് ദി ഇൻട്രസ്റ്റ് ഓഫ് ദി പബ്ലിക് പോളിസി. പിന്നെ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്, അതിനെ നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. അഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ്, നമുക്ക് എല്ലാ കാര്യങ്ങളും എൻഫോഴ്സ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്, അതിൽ നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യുക, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് എതിരാണ്, വോയിഡാണ്. അഗ്രിമെൻറ്റ് കർട്ടെയിലിംഗ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, അല്ലെ, ഓരോന്നും ചെയ്യാനുള്ള പീരീഡ് ഇത്ര സമയം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അത്രയും സമയം എടുത്തിട്ട് വേണം കാര്യങ്ങൾ ചെയ്യാൻ. അത് കുറച്ച് കഴിഞ്ഞാൽ അതും എഗെയിൻസ്റ്റ് ദി പ്രൊവിഷൻ ഓഫ് ലോ. നെക്സ്റ്റ് വൺ, എഗ്രിമെൻറ്റ് ഫോർ, നമ്മൾ എന്ത് ചെയ്യാനുള്ള, ഇതൊന്നും വിൽക്കാനുള്ള അധികാരം നമുക്കില്ലേ, എന്ത്, ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ്, ടൈറ്റില്, അതേമാതിരി അപ്പോയിൻമെൻറ്റ്സ്, അതൊന്നും ചെയ്യുന്നതിന് വേണ്ടിയുള്ള നമുക്ക് അധികാരമില്ല. ഇറ്റ് ഈസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് പാരൻ്റൽ റൈറ്റ്സ്, അല്ലേ, അതിനുള്ള റൈറ്റ് നമുക്കില്ല. റെസ്ട്രെയിനിങ് പേഴ്സണൽ ലിബർട്ടി റെസ്ട്രെയിൻ ചെയ്യാനുള്ള റൈറ്റ് ഇല്ല. അഗ്രിമെൻറ്റ് ഫോർ മാരേജ്, ബ്രോക്കറേജ് മേടിക്കാൻ വേണ്ടി പാടില്ല. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. പിന്നെ എന്താ പറയുക, ലാസ്റ്റ് വൺ, നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആരുമായിട്ട് നമ്മുടെ പ്രൊഫഷൻ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, ട്രേഡ് നടത്താം. അത് പക്ഷേ എന്തിന് ഇതാവരുത്, പബ്ലിക്കിന് അതുകൊണ്ട് ദോഷം ഉണ്ടാകുന്ന തരത്തിൽ ചെയ്യരുത്. അതല്ലാണ്ട് നമ്മൾ സ്കിൽ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം, അല്ലാതെ ചെയ്യുമ്പോൾ അതെന്താണെന്ന് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം. ഏത്, അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് എക്സംഷൻസ് ആണ്. അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ ചില കാര്യങ്ങളിൽ നമുക്ക് എക്സംഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ ഏതിലേക്കാണ് നമുക്ക് എക്സംഷൻസ്, അല്ലേ, പെടാത്തത്, ഈ അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ പെടാത്തത് ഏതിനൊക്കെയാണ് നമുക്ക് എക്സംഷൻസ് ആയിട്ട് പറയാനുള്ളത് എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ എക്സംഷൻ ടു ദ പ്രിൻസിപ്പിൾ ആൻഡ് അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ഈസ് വോയിഡ്. ഏതൊക്കെയാണ് അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ് ഈസ് വോയിഡ്? ഏതൊക്കെയാണ് അതിൽ പറയുന്നത്? സെയിൽ ഓഫ് ഗുഡ് വിൽ, അതിലാണ് ഒന്നാമത്തെ പറയുന്നതാണ് സെയിൽ ഓഫ് ഗുഡ് വിൽ. എക്സംഷൻസ് വന്നിരിക്കുന്നത് ആൻ എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ടു ബി ട്രേഡ് ഈസ് വോയിഡ് ആർ ദി ഫോളോസ്. ആദ്യം ഫസ്റ്റ് വൺ, സെയിൽ ഓഫ് ഗുഡ് വിൽ. A seller of goodwill and what is meant by goodwill is the reputation of the business, അല്ലേ. അപ്പോൾ a seller of goodwill is of business may be restrained from carrying on similar business or within a specified local limits or so long as the buyer carrying on the same business court regards reasonable.
അപ്പോൾ ഇതിലേക്കാണ് പറയുന്നത് സെയിൽ ഓഫ് ഗുഡ് വില്ല് അല്ലേ. ഒന്നാമത്തെ പറയുന്നത് എക്സംഷൻസ് കൊടുത്തിരിക്കുന്നത് പബ്ലിക് ഇതിനെതിരായിട്ട് നമുക്ക് ഏതൊക്കെ എക്സംഷൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ആദ്യം സെയിൽ ഓഫ് ഗുഡ് വില്ലാണ് ആദ്യം പറയുന്നത് അല്ലേ. എ സെല്ലർ ഓഫ് ഗുഡ് വിൽ ഓഫ് എ ബിസിനസ് മേ ബി റിസ്ട്രെയിൻ ഫ്രം ക്യാരിയിങ്. ഇതിലേക്കാണ് റിസ്ട്രെയിൻ ചെയ്തിരിക്കുന്നത്, സംയമനം കൊണ്ടുവന്നിരിക്കുന്നത്. റെസ്ട്രെയിൻഡ് പറഞ്ഞ സംയമനമാണ്. ഇതിലേക്കാണ് സിമിലർ ബിസിനസ്, ഒരേപോലത്തെ ബിസിനസ്സുകളാണെങ്കിൽ വിത്ത് എ സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റ്, സ്പെസിഫൈഡ് കൃത്യമായ ഒരു ലോക്കൽ ലിമിറ്റ്സ് പറയുന്നുണ്ടെങ്കിൽ അതേമാതിരി സോ ലോങ് ആസ് ബയർ ക്യാരിയിങ് ദ സെയിം ബിസിനസ്, പിന്നെ കോർട്ട് റിഗാർഡ്സ് റീസണബിൾ. അങ്ങനെ 4 പോയിൻറ്റ്സാണ് നമുക്ക് പറയാനുള്ളത്. ഇനി ഈ പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്. ഇനി പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ 2 2-ൽ കൂടുതൽ ആൾക്കാർ കൂടി ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെയാണ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലേ. പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്. എ പാർട്ട്ണർ ഷാൾ നോട്ട് ക്യാരി ഓൺ എനി ബിസിനസ് അതർ ദാൻ ദാറ്റ് ഓഫ് ദ ഫേം വെൻ ഹീ ഈസ് എ പാർട്ട്ണർ. ഒരു ബിസിനസ്സിലെ പാർട്ട്ണറായിട്ടിരിക്കുന്ന സമയത്ത് വേറൊരു ബിസിനസ്സും ചെയ്യാതിരിക്കുക. An outgoing partner is deemed not to carry on business similar to that of firm specified period with a local limits. ഒരു പ്രത്യേക പീരീഡ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ട്രൈഡ് കോമ്പിനേഷൻ പറഞ്ഞാൽ കൂടിച്ചേരുക അല്ലേ. ബിസിനസ് കോമ്പിനേഷൻ വിത്ത് ദി ഐഡിയ ഓഫ് റെഗുലേറ്റിംഗ് ബിസിനസ് നോട്ട് റെസ്ട്രിക്റ്റിംഗ് ഇറ്റ് ഹാസ് ബീൻ ഹെൽഡ് ടു ഡിസൈറബിൾ ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്. നെക്സ്റ്റ് വൺ സർവീസ് കോൺട്രാക്റ്റ്. സർവീസുകൾ ചെയ്യുക. ആൻ എഗ്രിമെൻറ്റ് ഓഫ് സർവീസ് ബൈ വിച്ച് ആൻ എൻഗേജ്മെൻറ്റ് ഡ്യൂറിംഗ് ദി എംപ്ലോയ്മെൻറ്റ് നോട്ട് ടു കോമ്പീറ്റ് വിത്ത് ഹിസ് എംപ്ലോയർ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഇൻ ബിസിനസ് ഈസ് വാലിഡ് ആൻഡ് നോട്ട് ട്രീറ്റഡ് ദി എഗ്രിമെൻറ്റ് ഈസ് റിസ്ട്രെയിൻഡ് ഓഫ് ട്രൈഡ്. സർവീസ് കോൺട്രാക്ട്സ് ആണ് എടുത്ത് പറഞ്ഞത്. പിന്നെ പറയുന്നത് എഗ്രിമെൻറ്റ് ടു ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ഓർ റവന്യൂ അതോറിറ്റീസ് അല്ലേ. നമ്മളെന്ത് ചെയ്യാണ്, എഗ്രിമെൻറ്റ് ടു ഡിഫ്രോഡ് ചെയ്യുക. എന്ത് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ ആരാണ്, നമുക്ക് ബിസിനസ്സിലേക്ക് സാധനങ്ങൾ കടത്തിൽ തരുന്നവർ. റവന്യൂ അതോറിറ്റി. ആൻഡ് എഗ്രിമെൻറ്റ് ദ ഒബ്ജക്റ്റ് വിച്ച് ഈസ് ടു ഡിഫ്രോഡ് ദ ക്രെഡിറ്റേഴ്സ് റവന്യൂ അതോറിറ്റീസ് ആർ വോയിഡ് ബീയിങ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. എഗ്രിമെൻറ്റ് ടു ക്രിയേറ്റ് മൊണോപ്പൊളി, കുത്തക. The agreement tending to create monopoly are void being opposed to public policy. പിന്നെ എഗ്രിമെൻറ്റ് നോട്ട് ടു ബിഡ് പറഞ്ഞാൽ ലേലത്തിലൊക്കെ നമ്മൾ സാധനങ്ങൾ പിടിക്കുക. ആൻ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 parties നോട്ട് ടു ബിഡ് എഗൻസ്റ്റ് വൺ അനദർ ഓൺ ദി ഓപ്ഷൻ സെയിൽ. പിന്നെ എഗ്രിമെൻറ്റ് വേവിങ് ആൻഡ് ഇല്ലീഗാലിറ്റി. കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്തുണ്ടാവും, ഇല്ലീഗാലിറ്റി ഉണ്ടാവും അല്ലെ. എഗ്രിമെൻറ്റ് വിച്ച് സീക്സ് ടു വേവ് ഇല്ലീഗാലിറ്റി ഓർ ഇമ്മൊറാലിറ്റി അതെന്തായിരിക്കും, വോയിഡ് ആയിരിക്കും, ഗ്രൗണ്ട് ടു പബ്ലിക് പോളിസി. അതർ എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇനി ഇതിൽ പെടാത്ത അതർ എഗ്രിമെൻറ്റ്സ് ഏതൊക്കെയാണ്? ദി ഫോളോയിങ് എഗ്രിമെൻറ്റ് ആർ ട്രീറ്റഡ് ടു ഒപ്പോസ് ടു പബ്ലിക് പോളിസി. താഴെ പറയുന്ന ആർ വോയിഡ്. ആൻഡ് എഗ്രിമെൻറ്റ് ടു ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സിനോട് ഡിഫ്രോഡ് ചെയ്യുക. ദിസ് ഈസ് ഗീവ് പ്രിഫറൻസ് ടു എ ഫ്രണ്ട് ക്രെഡിറ്റർ ടു പ്രജുഡ്യൂസ് ദ അതർ ക്രെഡിറ്റേഴ്സ് ഇൻ കേസ് ഓഫ് ഇൻസോൾവൻസി പ്രൊസീഡിങ്സ്. ഇൻസോൾവൻസി പറഞ്ഞാൽ എന്താ, പാപ്പരാവുക അല്ലേ. അപ്പോൾ ഇൻസോൾവൻസി പാപ്പരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളൊരു ബിസിനസ്സിൽ വളരെയധികം നഷ്ടത്തിലായി, യാതൊന്നും ഇനി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയെയാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുക അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുന്നു, അയാൾ എന്ത് ചെയ്യുക, അയാളുടെ അസറ്റും സാധനങ്ങളൊക്കെ വിറ്റിട്ട് കാശ് കൊടുക്കാനുള്ളവർക്കൊക്കെ കാശ് കൊടുത്ത് തീർക്കുക അല്ലേ. അതാണ്. അപ്പോൾ എന്താ പറയുന്നത് വെച്ചെങ്കിൽ ഇൻ എഗ്രിമെൻറ്റ് ടു ഡിഫ്രോഡ് ക്രെഡിറ്റ് ദാറ്റ് ഈസ് ദ പ്രിഫറൻസ് ടു എ ഫ്രണ്ട് ക്രെഡിറ്റർ. ക്രെഡിറ്റർക്ക് കൊടുക്കുക അല്ലേ. അപ്പോൾ ഫ്രണ്ടിന് കൊടുക്കുക, ആദ്യം കൊടുക്കാനുള്ള കാശ് ഫ്രണ്ടിന് കൊടുത്തിട്ട് ബാക്കിയുള്ള ക്രെഡിറ്റേഴ്സിന് കൊടുക്കുക. അതൊക്കെയാണ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ എഗ്രിമെൻറ്റ് ടു ഇൻഫ്ലുവൻസ് ഇലക്ഷൻ ടു പബ്ലിക് ഓഫീസ് അല്ലേ. ദാറ്റ് ഈസ് ദി ഇൻഫ്ലുവൻസ് ഓഫ് വോട്ടേഴ്സ് ബൈ മണി. നമ്മൾ എന്ത് ചെയ്യും, ഇൻഫ്ലുവൻസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നു അല്ലേ. ഇലക്ഷൻ കണ്ടക്ട് ചെയ്തിട്ട് നമുക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്ക് കാശ് കൊടുത്തിട്ട് വോട്ട് മേടിക്കുക അല്ലേ. അതൊക്കെ ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ്. അപ്പോൾ നോക്കുക, എക്സംഷൻസ് ആണ് നമ്മൾ നെക്സ്റ്റ് പറയുന്നത്. എക്സംഷൻ ടു ദ പ്രിൻസിപ്പിൾ ആൻഡ് എഗ്രിമെൻറ്റ് ഈസ് റിസ്ട്രെയിൻ ടു ട്രൈഡ് ഈസ് വോയിഡ്. താഴെ പറയുന്നതൊക്കെ വോയിഡാണ്. അത് ഏതൊക്കെയാണ് എന്ന് പറയുന്നത്, സെയിൽ ഓഫ് ഗുഡ് വിൽ. ഒരു ബിസിനസ്സിൻ്റെ ഗുഡ് വില്ല് വിൽക്കുക അല്ലേ, സെയിൽ ഓഫ് ഗുഡ് വില്ല് അതാണ് പറയുന്നത്. എ സെല്ലർ എന്ത് ചെയ്യുന്നു, ഗുഡ് വിൽ ഓഫ് ദ ബിസിനസ് മേ ബി റെസ്ട്രെയിൻ ഫ്രം ക്യാരിയിങ് സിമിലർ ബിസിനസ് സ്പെസിഫൈഡ് ലോക്കൽ ലിമിറ്റ് ആസ് ലോങ് ആസ് ദി ബയർ ക്യാരിയിങ് ഓൺ ദ സെയിം ബിസിനസ് കോർട്ട് റിഗാർഡ്സ് റീസണബിൾ. പിന്നെ പാർട്ട്നേഴ്സ് എഗ്രിമെൻ്റ് ആണ് നെക്സ്റ്റ് പറഞ്ഞത്. പിന്നെ ട്രൈഡ് കോമ്പിനേഷൻ, രണ്ടോ മൂന്നോ ബിസിനസ് സ്ഥാപനങ്ങൾ ഒരുമിച്ച് ചേർന്ന ട്രൈഡ് കോമ്പിനേഷൻ. സർവീസ് കോൺട്രാക്റ്റുകൾ ചെയ്തു കൊടുക്കുക. പിന്നെ എഗ്രിമെൻറ്റ് പിന്നത്തെ പോയിന്റ് ശ്രദ്ധിക്കുക, എഗ്രിമെൻറ്റ് ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് റവന്യൂ അതോറിറ്റീസ്. പിന്നെ എഗ്രിമെൻറ്റ് ടു ക്രിയേറ്റ് മൊണോപ്പൊളീസ്, agreement not to bid,
അഗ്രിമെൻറ്റ് വേവിങ് ആൻഡ് ഇല്ലീഗാലിറ്റി, അതർ എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അതർ എഗ്രിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇപ്പോൾ ഞാൻ ഈ 3 പോയിന്റുകളാണ് നമുക്ക് എക്സംഷൻസ് ആയിട്ട് പറയാനുള്ളത്. ശ്രദ്ധിക്കുക, പറഞ്ഞതിലൊരു മിസ്റ്റേക്ക് പറയാനുള്ളത് എന്താ വെച്ചെങ്കിൽ 3 പോയിന്റ്സ് എക്സംഷൻ ടു ദ പബ്ലിക് പോളിസി എന്ന് പറഞ്ഞിട്ട് 3 എണ്ണമാണ് നമുക്ക് പറയാനുള്ളത്. ഇതൊക്കെ എക്സംഷൻസ് ആയിട്ട് പറഞ്ഞത് സെയിൽ ഓഫ് ഗുഡ് വില്ല് പറഞ്ഞു, സെയിൽ ഓഫ് ഗുഡ് വില്ല്, പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്, ട്രൈഡ് കോമ്പിനേഷൻ, സർവീസ് കോൺട്രാക്റ്റ്. അങ്ങനെ 3 എണ്ണമാണ് നമുക്ക്, 3 എണ്ണമല്ല 4 എണ്ണമാണ് നമുക്ക് എക്സംഷൻസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ പിന്നെ പറയുന്നത് നമ്മൾ നേരത്തെ ഒരു 12 പോയിന്റ് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് 13 ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണ് പിന്നെ അടുത്തത് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എക്സംഷൻസ് ആയിട്ട് ഇവിടെ 4 എണ്ണമാണ് പറയുന്നത്. എക്സംഷൻസ് പറഞ്ഞിട്ട് 4 എണ്ണം ഏതൊക്കെയാണ്? സെയിൽ ഓഫ് ഗുഡ് വില്ല്, പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്, ട്രൈഡ് കോമ്പിനേഷൻ, സർവീസ് കോൺട്രാക്റ്റ്. ഈ 4 എണ്ണമാണ് നമുക്കിവിടെ എക്സംഷൻസ് ആയിട്ട് പറയാനുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ ഒരു 13 പോയിൻ്റാണ് അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് പിന്നെ പറയുന്നത് കേട്ടോ. ഏതൊക്കെ? അഗ്രിമെൻറ്റ് ടു ഡീഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ഓർ റവന്യൂ അതോറിറ്റീസ് എന്ന് പറയുന്നത് ഏതിന് ശേഷമുള്ളതാണ്? ഇത് അഗ്രിമെൻറ്റ് ടു റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രൈഡ് കഴിഞ്ഞിട്ടുള്ള 13ാമത്തെ പോയിൻ്റാണ് പറയുന്നത്. അഗ്രിമെൻറ്റ് ടു ഡീഫ്രോഡ് ക്രെഡിറ്റേഴ്സുമായിട്ട് ഡീഫ്രോഡ്, അതുപോലെ റവന്യൂ അതോറിറ്റീസ് ഒന്നുമായിട്ട് ഡീഫ്രോഡ് ചെയ്യരുത് എന്നുള്ളത്. പിന്നെ അഗ്രിമെൻറ്റ് ടു ക്രിയേറ്റ് മൊണോപ്പോളി, കുത്തക ഭരണം നമ്മൾ ചെയ്യരുത്. അഗ്രിമെൻറ്റ് നോട്ട് ടു ബിഡ്, അഗ്രിമെൻറ്റ് വേവിങ് ആൻഡ് ഇല്ലീഗാലിറ്റി, അതർ അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. ഒന്നുകൂടിയും പറയാം ഞാൻ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ വന്ന ഒരു ഇതാണ്. ഈ 12ൻ്റെ കണ്ടിന്യൂവേഷൻ അപ്പുറത്താണ് വരുന്നത് കേട്ടോ, ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി, അത് കഴിഞ്ഞ് അതിൻ്റെ എക്സംഷൻസും ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഏതിലേക്കാണ് എക്സംഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എക്സംഷൻ 4 കാര്യങ്ങളിലാണ് എക്സംഷൻസ് പറയുന്നത്. സെയിൽ ഓഫ് ഗുഡ് വില്ലിൽ, പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്, ട്രൈഡ് കോമ്പിനേഷൻ, സർവീസ് കോൺട്രാക്റ്റ്. 4 എണ്ണമാണ് എക്സംഷൻസ് ആയിട്ട് പറയുന്നത്. പിന്നെ എഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസിയിൽ പറയുന്ന പോയിൻറ്റ്സ് നമുക്ക് ഒന്നുകൂടിയും പറയാം, ഒന്നുകൂടിയും ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അഗ്രിമെൻറ്റ് ഫോർ ട്രൈഡിങ് വിത്ത് എനിമി, ഇത് എസ്സേ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അഗ്രിമെൻറ്റ് ഫോർ ട്രൈഡിങ് വിത്ത് എനിമി, അഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് ഓർ ഇൻറ്റിമിനിഫൈ എ പേഴ്സൺ. ഇവരൊക്കെ ആയിട്ടുണ്ടാക്കുന്ന കോൺട്രാക്റ്റ് എന്താണ്? വോയിഡാണ്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇങ്ങനത്തെ ഈ കണ്ടീഷൻ അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെ കറപ്ഷൻ, ഇൻജസ്റ്റിസ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എഗെയിൻസ്റ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ്, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി എന്ന് പറയുന്നത്. അതൊക്കെ എന്താണ്? വോയിഡാണ് കേട്ടോ. അഗ്രിമെൻറ്റ് ടു കമ്മിറ്റ് എ ക്രൈം ടു ഇൻറ്റിമിനിഫൈ എ പേഴ്സൺ ഫോർ ഹിസ് ക്രിമിനൽ ആക്ട്. പിന്നെ അഗ്രിമെൻറ്റ് ഇൻ്റർഫറിങ് വിത്ത് കോസ് ഓഫ് ജസ്റ്റിസ്, അഗ്രിമെൻറ്റ് ഫോർ സ്റ്റിഫിംഗ് പ്രോസിക്യൂഷൻ, അഗ്രിമെൻറ്റ് ഓഫ് ചാമ്പറിറ്റി ആൻഡ് മെയിൻ്റനൻസ്, പിന്നെ അഗ്രിമെൻറ്റ് റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്, അഗ്രിമെൻറ്റ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസ്, ടൈറ്റിൽ, അപ്പോയിൻമെൻറ്റ്സ് അതൊന്നും ചെയ്യാൻ നമുക്ക് റൈറ്റ് ഇല്ല. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് പാരൻ്റൽ റൈറ്റ്സ്, അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിനിങ് പേഴ്സണൽ ലിബർട്ടി, അഗ്രിമെൻറ്റ് ഫോർ മാരേജ് ബ്രോക്കറേജ്, അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, പിന്നെ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രൈഡ്. അത് കഴിഞ്ഞാൽ അഗ്രിമെൻറ്റ് ടു ഡീഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ഓർ റവന്യൂ അതോറിറ്റീസ്, അഗ്രിമെൻറ്റ് ടു ക്രിയേറ്റ് മൊണോപ്പോളി കുത്തക ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. അഗ്രിമെൻറ്റ് നോട്ട് ടു ബിഡ്, ലേലം പാടില്ല, ഓപ്ഷൻ സെയിൽ പാടില്ല, അതൊക്കെ എതിരാണ്. ഇല്ലീഗാലിറ്റി, അഗ്രിമെൻറ്റ് വേവിങ് ആൻഡ് ഇല്ലീഗാലിറ്റി, അതർ എഗ്രിമെൻറ്റ്. പിന്നെ ഏതൊക്കെയാണ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി പറയുന്നത്? ഡീഫ്രോഡ് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ നമ്മൾ ഈ ഇൻസോൾവൻ്റ് ആവുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ക്രെഡിറ്റേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കൊടുക്കുക, അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത്. ഒപ്പോസ് ടു പബ്ലിക് പോളിസിയാണെന്ന് അർത്ഥം. ആൻഡ് എഗ്രിമെൻറ്റ് ടു ഇൻഫ്ലുവൻസ് ഇൻ എലക്ഷൻ ടു പബ്ലിക് ഓഫീസ്, എലക്ഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. ഈ പബ്ലിക് ഓഫീസിൽ എലക്ഷൻ നടത്തുമ്പോൾ ആരൊക്കെയാണോ വോട്ടേഴ്സ് ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അവർക്ക് കാശ് കൊടുത്തിട്ട് നമ്മൾ അവരെ സ്വാധീനിക്കുക, അതൊക്കെ അതിന് എതിരാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്സ്റ്റ് ബുക്കിൽ ചെറിയൊരു മിസ്റ്റേക്കാണ്. എക്സംഷൻസ് എന്ന് പറഞ്ഞിട്ട് ഏതിലേക്കാണ് ഇതിൽ എക്സംഷൻസ് ഉള്ളത് വെച്ചെങ്കിൽ 4 എണ്ണത്തിലാണുള്ളത്. സെയിൽ ഓഫ് ഗുഡ് വില്ലിൽ, പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റിൽ, ട്രൈഡ് കോമ്പിനേഷനിൽ, സർവീസ് കോൺട്രാക്റ്റ്, അങ്ങനെ 4 എണ്ണത്തിലാണ് ഇവിടെ എക്സംഷൻസ് ഉള്ളത്. ബാക്കിയൊക്കെ ഈ 17 പോയിൻ്റാണ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി കേട്ടോ. അത് എസ്സേ ക്വസ്റ്റ്യനായിട്ട് വരുന്നതാണ്, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മുടെ
ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ള ചാപ്റ്ററാണ് ഇപ്പോൾ പറഞ്ഞു തന്നത്. അതിൽ നമ്മൾ ആദ്യം ലീഗാലിറ്റി, അതിൽ നമുക്ക് രണ്ട് ക്വസ്റ്റ്യനാണ് അതിലുള്ളത്. സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ. ഏതൊക്കെ സർക്കംസ്റ്റാൻസസിലാണ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ അൺലോഫുൾ ആണെന്ന് പറയാൻ വേണ്ടി സാധിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്. പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞ അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി. 17 പോയിൻറ്റ് ഏതൊക്കെയാണത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. അഗ്രിമെൻറ്റ് ഒപ്പോസ് ടു പബ്ലിക് പോളിസി 17 പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ നമുക്ക് അതിൽ വരുന്ന എക്സംഷൻസ്, ഏതിലൊക്കെയാണ് എക്സംഷൻസ് ഇതിന് ഒപ്പോസ് ഇല്ലാത്തത്. അതിൽ സെയിൽ ഓഫ് ഗുഡ് വില്ല് പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്, ട്രേഡ് കോമ്പിനേഷൻ, സർവീസ് കോൺട്രാക്റ്റ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. നെക്സ്റ്റ് നമുക്ക് എടുക്കാനുള്ള ചാപ്റ്ററാണ് വോയിഡ് എഗ്രിമെൻറ്റ്. തുടങ്ങി വയ്ക്കാം, ശ്രദ്ധിക്കുക കേട്ടോ. വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് എഗ്രിമെൻറ്റുകൾ, ഇതിനൊക്കെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റുകൾ എങ്ങനെയൊക്കെയാണ്. വോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം നമുക്കറിയാം അല്ലേ. വോയിഡ് എന്ന് പറഞ്ഞാൽ നിയമം അംഗീകരിക്കാത്ത എഗ്രിമെൻറ്റുകളെ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നു. അൺലോഫുൾ എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ഏതൊക്കെ എഗ്രിമെൻറ്റുകളാണോ നിയമം അംഗീകരിക്കാത്തത്, അങ്ങനെ നിയമം അംഗീകരിക്കാത്ത എഗ്രിമെൻറ്റുകളെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളതൊരു 12 പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് വോയിഡ് എഗ്രിമെൻറ്റുകൾ എന്നുള്ളതൊരു 12 പോയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുക കേട്ടോ. നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2G ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട്, void agreement is an agreement which is not enforceable by law. The agreement which are not enforceable by law right from the time when they are made. അതുണ്ടാക്കുന്ന സമയത്ത് തന്നെ എൻഫോഴ്സിബിൾ ബൈ ലോ അല്ല, അതിനെ വോയിഡ് അബ് ഇനിഷ്യോ ആണ് പറഞ്ഞാൽ ഇറ്റ് ഈസ് അൺഎൻഫോഴ്സിബിൾ ആണ് അല്ലേ. സോ വോയിഡ് അഗ്രിമെൻറ്റ് ഈസ് എ വോയിഡ് അബ് ഇനിഷ്യോ that is from the very beginning, because in such a case no contract come into existence, no legal right or obligation are created at a point of time of the agreement. അത് സമയത്ത് എന്തില്ല, നോ ലീഗൽ റൈറ്റ്സ് ഇല്ല, ഒബ്ലിഗേഷൻസ് ഒന്നും തന്നെ ഇല്ല. അതിനെയാണ് നമ്മൾ വോയിഡ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വാട്ട് ഈസ് മെൻറ്റ് ബൈ വോയിഡ് എഗ്രിമെൻറ്റ് എന്നാണ് പറഞ്ഞത് നമ്മൾ അല്ലേ. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2G ഓഫ് ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ട് പ്രകാരം void agreement is an agreement, void agreement എന്ന് പറഞ്ഞ എഗ്രിമെൻ്റ് ആണ് which is not enforceable by law. The agreement which are not enforceable by law right from the time when they are made അല്ലേ are void ab initio, and so void agreement എന്ന് പറഞ്ഞാൽ is a void ab initio ആണ് from the very beginning, because in such a case no contract come into existence, no legal rights or obligation are created. ആ സമയത്ത് എന്തൊക്കെയില്ല, നമുക്കറിയാം അൺഎൻഫോഴ്സിബിൾ ബൈ ലോ ആണ് അല്ലേ. അപ്പോൾ അത് കാരണം കൊണ്ട് അതിലൊന്നുമില്ല. നോ കോൺട്രാക്റ്റ് കം ഇൻ ടു എക്സിസ്റ്റൻസ്, കോൺട്രാക്റ്റ് ഇല്ല, നോ ലീഗൽ റൈറ്റ്സ് ഇല്ല, ഒബ്ലിഗേഷൻ ആർ ക്രിയേറ്റഡ് അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം ഓഫ് ദി എഗ്രിമെൻറ്റ്. അതിൽ നോക്കുക. ദി ഫോളോയിങ് എഗ്രിമെൻറ്റ് ഹാവ് ബീൻ എക്സ്പ്രസ്ലി ഡിക്ലെയർഡ് ടു ബി വോയിഡ്. ഏതൊക്കെ എണ്ണത്തിനെയാണ് നമ്മൾ വോയിഡ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യുന്നത്? അഗ്രിമെൻറ്റ് മെയ്ഡ് ബൈ ആൻ ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടീസ്. ഇൻകോമ്പിറ്റൻറ്റ് പാർട്ടീസ് പറഞ്ഞാൽ ആരൊക്കെയായിട്ട് നമ്മൾ എഗ്രിമെൻറ്റ് ഉണ്ടാക്കാൻ പാടാത്ത നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. മൈനർ, അൺസൗണ്ട് മൈൻഡ്, പിന്നെ എന്താ പറയുക കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൈനേഴ്സായിട്ട് പാടില്ല, അൺസൗണ്ട് മൈൻഡായിട്ട് പാടില്ല, ഡിസ്ക്വാളിഫൈഡ് ബൈ ലോ അല്ലേ, അങ്ങനത്തെ ആൾക്കാരുമായിട്ട്. പിന്നെ അഗ്രിമെൻറ്റ് എൻറ്റേർഡ് ഇൻ ടു മ്യൂച്വൽ മിസ്റ്റേക്ക്, പരസ്പര മിസ്റ്റേക്ക് കൊണ്ട്. അഗ്രിമെൻറ്റ് ദി ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ഈസ് അൺലോഫുൾ. നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റ് ആൻഡ് ഇപ്പോൾ പറഞ്ഞത്. അഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ, അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, അഗ്രിമെൻറ്റ് റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു ഒപ്പോസിറ്റ് പബ്ലിക് പോളിസി. അഗ്രിമെൻറ്റ് റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ്, അഗ്രിമെൻറ്റ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസേർട്ടൺ, അഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേച്ചർ, agreement contingent and impossible events, reciprocal promises to do things legal and other things illegal. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത് കേട്ടോ. ഏതൊക്കെയാണ് പറഞ്ഞത് ഒന്ന് നോക്കുക. അഗ്രിമെൻറ്റ് ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സണായിട്ട് നമ്മൾ അഗ്രിമെൻറ്റ് ഉണ്ടാക്കരുത്. ഇൻകോമ്പിറ്റൻറ്റ് പറഞ്ഞാൽ മൈനേഴ്സ്, അൺസൗണ്ട് മൈൻഡ്, ഡിസ്ക്വാളിഫൈഡ് പേഴ്സണുമായിട്ട് നമ്മൾ അഗ്രിമെൻറ്റ് ഉണ്ടാക്കരുത്. പിന്നെ മ്യൂച്വൽ മിസ്റ്റേക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അൺലോഫുൾ കൺസിഡറേഷൻ പറഞ്ഞതാണ്. പിന്നെ ഒബ്ജക്റ്റും കൺസിഡറേഷനും അൺലോഫുൾ അവ പറഞ്ഞതാണ്. അഗ്രിമെൻറ്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ പറഞ്ഞതാണ്. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്, അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ് ഇതുവരെ പറഞ്ഞതാണ്. ഇനിയത്തെയാണ് നമുക്ക് പറയാത്തത് തോന്നുന്നുണ്ട്. അഗ്രിമെൻറ്റ്
ആദ്യത്തെ പറഞ്ഞിട്ടില്ലേ അഗ്രിമെൻറ്റ് ദ മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസേർട്ടൺ. സേർട്ടൺ എന്ന് പറഞ്ഞാൽ തീർച്ചയുള്ളത്, നമുക്ക് തീർച്ചയില്ലാത്ത കാര്യങ്ങൾ അല്ലേ. അത് നമ്മൾ ഓരോരുത്തരുമായിട്ട് എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. വിച്ച് ഈസ് അൺസേർട്ടൺ, നമുക്ക് യാതൊരു കാര്യത്തിലും യാതൊരു തീർച്ചയില്ല, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ അഗ്രിമെൻറ്റ് ബൈ വേ ഓഫ് വേച്ചർ, അത് നമ്മൾ എടുത്തിട്ടില്ലേ പറയേണ്ടതാണ്. വേജ് എന്ന് പറഞ്ഞാൽ കൂലി അല്ലേ, കൂലിക്കാരുമായിട്ട് നമ്മൾ വർക്കേഴ്സിനെയൊക്കെ അപ്പോയിൻറ്റ് ചെയ്യുക, അവരുമായിട്ട് ഉണ്ടാക്കുന്ന എഗ്രിമെൻറ്റ് കേട്ടോ. അഗ്രിമെൻറ്റ് കണ്ടിജൻറ്റ്, എന്താ കണ്ടിജൻറ്റ് ഇവൻറ്റ്സ് പറഞ്ഞാൽ ആൻഡ് ഇവൻ മേ ഓർ മേ നോട്ട് ഹാപ്പൺ, അതിനെയാണ് കണ്ടിജൻറ്റ് ഇവൻറ്റ്സ്. ചിലപ്പോൾ സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനും സാധ്യതയുള്ള ഇവൻറ്റ്സിനെയാണ് കണ്ടിജൻറ്റ് ഇവൻറ്റ്സ് എന്ന് പറയുന്നത്. അഗ്രിമെൻറ്റ് കണ്ടിജൻറ്റ് ഓർ ഇമ്പോസിബിൾ ഇവൻറ്റ്. പിന്നെ റെസിപ്രോക്കൽ പ്രോമിസസ് ടു ഡു തിങ്സ് ലീഗൽ ഓർ ഓൾ അതർ തിങ്സ് ആർ ഇല്ലീഗൽ. ഇത്രയൊക്കെയാണ് നമുക്കതിൽ പറയാനുള്ളത്. അപ്പോൾ 1 മുതൽ 8 വരെയുള്ളത് നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്ക് പറയാൻ അൺസേർട്ടൺ പറഞ്ഞിട്ടില്ല, വേജർ പറഞ്ഞിട്ടില്ല, കണ്ടിജൻറ്റ് പറഞ്ഞിട്ടില്ല, റെസിപ്രോക്കൽ പറഞ്ഞിട്ടില്ല. ഈ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പറയാനുള്ളത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ എഗ്രിമെൻ്റ് എന്ത് എഗ്രിമെൻ്റ് ആവുന്നത്? വോയിഡ് എഗ്രിമെൻ്റ് ആവുന്നത്. അപ്പോൾ ഇതുവരെ ഇതൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അൺസേർട്ടൺ മുതലുള്ളത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഓക്കെ.